ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി എറണാകുളം കുണ്ടന്നൂരിൽ നിന്ന് ലാൻഡ് ക്രൂയിസർ പിടികൂടിയതിൽ ഉടമ മാഹിൻ അൻസാരിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്നു. വാഹന ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ വിശദമായി പരിശോധിക്കും. നിതിൻ അഭിജൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. നിതിൻ, ഇന്ന് ഇയാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വാഹനത്തിലാണ് ഏറ്റവും അധികം സംശയം അല്ലെങ്കിൽ ദുരൂഹത കസ്റ്റംസ് പ്രകടിപ്പിക്കുന്നതും. എന്തൊക്കെ വിവരങ്ങളാണ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയുക? ഇയാളുടെ പ്രതികരണവും മറ്റും ലഭിച്ചിരുന്നു? ഗോകുൽ, കഴിഞ്ഞ ദിവസം പിടികൂടിയ കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിന്ന് പിടികൂടിയ ലാൻഡ് ക്രൂസർ വാഹനത്തെ സംബന്ധിച്ചാണ് വലിയ ദുരൂഹത നിലനിൽക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ അൻസാരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അല്പസമയം തന്നെ മാഹിൻ അൻസാരി കസ്റ്റംസ് ഓഫീസിൽ ഹാജരായി. നിലവിൽ ഇപ്പോൾ കസ്റ്റംസ് ചോദ്യം ചെയ്ത് വരികയാണ്. അസം സ്വദേശിയായ മാഹിൻ അൻസാരി എന്ന പേരിലാണ് അരുണാചൽ പ്രദേശിൽ വാഹനം രജിസ്റ്റർ ചെയ്തത്. അത് വ്യാജമാണെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് ഇത് മലയാളിയുടെ വാഹനമാണെന്ന സ്ഥിരീകരണം ലഭിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മാഹിൻ അൻസാരി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ഇപ്പോൾ ചോദ്യം ചെയ്യാൻ നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് കുണ്ടന്നൂരിലെ വർക്ക്ഷോപ്പിൽ നിറം മാറ്റാനായി വാഹനം എത്തിച്ച ഘട്ടത്തിൽ കസ്റ്റംസ് ഈ വാഹനം പിടികൂടുകയും എന്തായാലും ഈ വാഹന കേന്ദ്രത്തിൽ വലിയ അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഭൂട്ടാനിൽ നിന്ന് നേരിട്ടെത്തിച്ച വാഹനമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉള്ള സംശയമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. ഇനി മാഹിൻ ഈ വാഹനം എവിടെ നിന്ന് ലഭിച്ചു, അതോടൊപ്പം തന്നെ കേരളത്തിലേക്ക് ആര് കൊണ്ടുവന്നു, ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച ഇടനിലക്കാരുമായി മാഹിന്റെ ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു അന്വേഷണം വേണം. അതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ അന്വേഷണം ഇപ്പോൾ നടത്തിവരികയാണ്. വിശദമായി തന്നെ ചോദ്യം ചെയ്യൽ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലാൻഡ് ക്രൂസർ വാഹനം ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് മാഹിൻ കസ്റ്റംസ് ഓഫീസിൽ എത്തിയിരിക്കുന്നത്. ആ രേഖകളൊക്കെ തന്നെ വിശദമായ പരിശോധനയ്ക്കും കസ്റ്റംസ് വിധേയമാക്കും. തീർച്ചയായും ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി കേരളത്തിൽ കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങളിൽ ഏറ്റവും അധികം സംശയമുള്ളത് ഈ ലാൻഡ് ക്രൂയിസറുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഫസ്റ്റ് ഓണർ വാഹനമാണ്. അതുകൊണ്ട് തന്നെ വ്യാജ മേൽവിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന കാര്യങ്ങളൊക്കെയും പുറത്തു വന്നിരുന്നു. ഏതായാലും മാഹിൻ, മൂവാറ്റുപുഴ സ്വദേശിയായ മാഹിൻ ഇപ്പോൾ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായിരിക്കുന്നു ചോദ്യം ചെയ്യലിനായി. നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.